എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സുമിത്രയുടെ ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് സരസ്വതി അമ്മയ്ക്ക് ചുറ്റും രഞ്ജിതയും അരവിന്ദനും പങ്കജും സുമിത്രയും ഒക്കെ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. സുമിത്ര തന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം സരസ്വതി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഞങ്ങളോടൊപ്പം വാ, അമ്മ ഇനി എന്നാത്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സരസ്വതി പറയുന്നുണ്ട്, അതെ അതെ സുമിത്ര, ഈ നിൽക്കുന്ന അരവിന്ദനാണ് എന്നെ ഈ ഒരു പരുവത്തിലാക്കി ഇവിടെ കിടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോടൊപ്പം വരാനൊന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെയും അതുപോലെ തന്നെ എൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കി ഇവിടെ നിൽക്കാന്ന് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ട് രഞ്ജിതയുടെ സകല നിയന്ത്രണങ്ങളും വിട്ടു നിൽക്കുകയാണ്. പങ്കജാണെങ്കിലോ പൂജയെ ഇവിടെ നിർത്താമെന്നുള്ള ആ ഒരു കാര്യം അത് സരസ്വതി അമ്മയായിട്ട് നേരത്തെ ഡീലാക്കിയല്ലോ. അതിന്റെ ആ ഒരു വെളിച്ചത്തിൽ പങ്കജ് സുമിത്രയ്ക്കും അതുപോലെ തന്നെ പൂജയ്ക്കും വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്. മമ്മി അവരിവിടെ നിന്നോട്ടെ മമ്മി, എന്തിനാ വെറുതെ ഒരു വഴക്കുണ്ടാക്കുന്നത്? അവരിവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിപ്പോ എന്നാ പ്രശ്നം ഉണ്ടാവാനാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം രഞ്ജിതയോട് പറയുമ്പോഴത്തേക്കിനും ഈ ചെറുക്കൻ എന്താ ഇപ്പൊ പറ്റിയത് എന്നുള്ള രീതിയിലാണ് രഞ്ജിത നിൽക്കുന്നത്. അങ്ങനെ അരവിന്ദൻ കാരണമാണ് ഇങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ രഞ്ജിത അവസാനം ആ ഒരു തീരുമാനത്തോട് അംഗീകരിക്കുകയാണ്. അപ്പൊ സുമിത്രയും പറയുന്നുണ്ട്, ഞാൻ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കാം. ഈ വാക്ക് കേട്ടതും നമ്മുടെ പങ്കജിന്റെ മനസ്സിൽ ഒരു 100,000 എടുക്കളാണ് കേട്ടോ പൊട്ടിയത്. അപ്പൊ ഇവൻ ഇങ്ങനെ നിന്നിങ്ങനെ ആലോചിക്കുക, ആന്റി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പൂജ ഇവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ താൻ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ട് വരും എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ പങ്കജിനുണ്ട്. അപ്പൊ ഇങ്ങനെ ആ ഒരു കാര്യങ്ങൾ അവിടെ നടക്കുന്ന ആ ഒരു സമയത്തോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിന്റെ കുഞ്ഞുണ്ടല്ലോ സ്വര. അപ്പൊ സ്വരമോളാണെങ്കിൽ കൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നല്ലോ. കുഞ്ഞിന് പെട്ടെന്ന് ഒരു ക്ഷീണം വരികയും കുഞ്ഞു അബോധാവസ്ഥയിലാകുകയും ഒക്കെ ചെയ്യാണ്. അങ്ങനെ വീണ് കിടക്കുന്ന സ്വരമോളെ കണ്ട് നമ്മുടെ അനന്യാണ് ഓടി ഇങ്ങ് വരുന്നത്. തന്റെ മോളെ ഇത്രയും വലിയൊരു വൃദ്ധമൊക്കെ എടുത്തത് കൊണ്ട് തന്നെ കുഞ്ഞിന് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം അനന്യക്ക് മനസ്സിലായി. അങ്ങനെ അനന്യാണെങ്കിൽ അനിരുദ്ധയെ ഓടി വാന്ന് പറഞ്ഞ് നമ്മുടെ അനിരുദ്ധിനെയും വിളിക്കുകയാണ്. അപ്പം അനിരുദ്ധ ഓടി വന്നു, അതുപോലെ തന്നെ പ്രേമയും ഇതെന്താണ് ഈ കൊച്ചിന് പറ്റിയത് എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ഓടി അടുത്ത് വന്ന പാടെ തന്നെ ദാ തളർന്നു കിടക്കുകയാണ് സ്വരമോള്. അപ്പൊ സ്വരമോളെ താങ്ങിയെടുത്ത് അനിരുദ്ധും അനന്യയും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോൾ പ്രേമ പറയുന്നുണ്ട്, അല്ല നിങ്ങൾ ഡോക്ടർമാരല്ലേ, പിന്നെ നിങ്ങൾ ഇതെന്തിനാ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്? അമ്മ കുഞ്ഞു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് അതൊരു ഹോസ്പിറ്റലിൽ തന്നെ പോകണം, ഞങ്ങൾക്കിപ്പം വേറൊന്നും ഇതിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അനന്യ തന്റെ കുഞ്ഞിനെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടാൻ തുടങ്ങുകയാണ്. അപ്പോഴും പ്രേമ പറയുന്നുണ്ട്, ഈ പെങ്കൊച്ചിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വിശ്വേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അവൾക്ക് ആ ഒരു ഐസ്ക്രീം ഞാൻ കൊടുക്കാൻ പോയപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രശ്നം? ആ ഐസ്ക്രീം അവൾ അന്നേരം കഴിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കുഴഞ്ഞു വീഴുമായിരുന്നോ? അത് കണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്നെ എന്തൊക്കെ കുറ്റമാ പറഞ്ഞത്? മോളുടെ വ്രതം അവസാനിപ്പിക്കാനായിട്ട് ഞാൻ നോക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹോ, ഇപ്പൊ കണ്ടില്ലേ കൊച്ചു തളർന്നു വീണത്. എന്തായാലും നിങ്ങൾ വേഗം ആശുപത്രിയിലേക്ക് പോകുന്നു പറഞ്ഞ് സ്വരമോളെ അവരുടെ ഒപ്പം വിടുകയാണ്. അപ്പം അനന്യക്ക് നല്ല ടെൻഷനുണ്ട്. വണ്ടിയിൽ ഇരുന്നൊക്കെ അനന്യ നല്ല പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ്. അനിരുദ്ധിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടെൻഷനുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കും. അങ്ങനെ നമ്മുടെ രഞ്ജിതയാണെങ്കിൽ അരവിന്ദനെ വിളിച്ച് സംസാരിക്കുകയാണ്. അതെ അരവിന്ദേട്ടാ, നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഇത്രയും വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടത്. അതെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ഒട്ടും ബുദ്ധിയില്ലെന്ന് പറയുന്നത് ശരിയാണ്. ആ തള്ളയെ വല്ല ധർമാശുപത്രിയിലും തട്ടേണ്ടതിന് പകരമാണ് നിങ്ങൾ അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ദേ സരസ്വതി അമ്മ ചുമ്മാ ഒരാളൊന്നുമല്ല, അവരൊരു അട്ട തന്നെയാണ്. ആ അട്ട ഒട്ടിക്കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്നും പറഞ്ഞ് രഞ്ജിതയാണെങ്കിൽ കോലാഹലം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പങ്കജ് അങ്ങോട്ട് വരികയാണ്. പങ്കജ് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്, അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അച്ഛൻ കാരണം തന്നെയല്ലേ, അപ്പൊ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആ അച്ഛമ്മയുടെ കാലിന്റെ വയ്യാകിയൊക്കെ മാറുമ്പം അവര് വീട്ടിൽ നിന്ന് പോവില്ലേ? എടാ, അതിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് സുമിത്ര സരസ്വതി അമ്മയോടൊപ്പം ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നീയൊന്ന് ആലോചിച്ച് നോക്ക്. അബദ്ധം വെച്ചാല് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളും നമ്മൾ നടപ്പാക്കിയ കാര്യങ്ങളും ഒക്കെ സുമിത്രയുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ മോനെ, ദേ നിനക്കറിയാലോ, അവൾക്ക് പണ്ടൊരു സഹായി ഉണ്ടായിരുന്നു, ഒരു പോലീസുകാരൻ. അയാളെ എങ്ങാനും ഇവള് വിവരം അറിയിച്ചു കഴിഞ്ഞ പിന്നെ വക്കീലിനെ ഒതുക്കിയ പോലെയൊന്നും അത്ര എളുപ്പമൊന്നും അല്ല ഈ സുമിത്രയെയും അതുപോലെ തന്നെ ആ ഒരു മൊട്ട പോലീസിനെയും ഒക്കെ ഒതുക്കുന്നത്.
അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞു വേണം ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ എന്നുള്ള കാര്യം രഞ്ജിത മുന്നറിയിപ്പ് നൽകുകയാണ് പങ്കജിനും അതുപോലെ തന്നെ അരവിന്ദനും. അരവിന്ദേട്ടാ, അതെ, നിങ്ങളുടെ ഈ ഒരു പൊട്ടത്തരവും പൊട്ട ബുദ്ധിയൊന്നും ആ സുമിത്രയുടെ അടുത്ത് എടുക്കരുത്, ദയവ് ചെയ്ത് എൻ്റെ അപേക്ഷയാണ് എന്നും പറഞ്ഞ് രഞ്ജിത ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജയോട് പറയുന്നുണ്ട്, മോളെ ബാ നമുക്ക് എളുപ്പം തന്നെ വീട്ടിലേക്ക് പോവാം. അപ്പൊ പൂജ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ ഇനിയിപ്പോ ഇത് എന്താ ചെയ്യുക, ഈ അച്ഛമ്മ ഇവിടെ എങ്ങാനും നിന്നോളൂന്നേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാന്നും പറയുമ്പം സുമിത്ര പറയുന്നുണ്ട്, മോളെ അങ്ങനെ അച്ഛമ്മയെ തനിച്ചാക്കിയിട്ട് നമുക്ക് പോവാൻ പറ്റുമോടി, നമുക്ക് എന്തായാലും ഇപ്പം വീട് വരെ പോകണം, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുക്കണം, ഇങ്ങോട്ട് ഇപ്പം വെറും കൈയോടെ ആണല്ലോ വന്നത്, അമ്മയുടെയും കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമെന്നും പറഞ്ഞ് സുമിത്ര നമ്മുടെ പൂജയെയും കൂട്ടി അവിടുന്ന് അങ്ങ് പോവുകയാണ്. പോകുന്ന ആ ഒരു സമയത്താണ് നാട്ടിലേക്ക് അതാ ഒരു അതിഥി എത്തുന്നത് കേട്ടോ. നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെയാണ്. സിദ്ധു ആണെങ്കിൽ ഇതാ നല്ല ഗെറ്റപ്പിലൊക്കെയാണ് തിരികെ വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വരുന്ന ആ ഒരു സമയത്ത് സുമിത്രയും പൂജയും കൂടി റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു സംഭവമാണ് കാണുന്നത്. അങ്ങനെ സിദ്ധാർത്ഥൻ തന്റെ ഡ്രൈവറിന്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ ആ വണ്ടി ഒന്ന് നിർത്തിക്കേന്ന് പറഞ്ഞു. വേഗം കാറിൽ നിന്ന് ഇറങ്ങിയതും സുമിത്ര എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ സുമിത്ര ഇതൊന്നും കേട്ടൊന്നുമില്ല കേട്ടോ. പൊരി വെയിലായതുകൊണ്ട് തന്നെ സുമിത്ര തലയിൽ കൂടെ തട്ടമൊക്കെ ഇട്ടാണ് പോകുന്നത്. അപ്പോഴും നമ്മുടെ സിദ്ധുവിനൊരു കാര്യം പിടികിട്ടി, സുമിത്ര മരിച്ചുപോയി എന്നുള്ള ആ ഒരു കാര്യമാണ്. സിദ്ധു നാട്ടിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്നുമൊക്കെ പക്ഷെ അറിഞ്ഞതൊക്കെ കള്ളത്തരമാണ് എന്നുള്ള കാര്യം പുള്ളിക്കാരന് മനസ്സിലാകുകയാണ്. അങ്ങനെ സിദ്ധു ഒരുപാട് മിസ്റ്ററികളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും പതിയെ പതിയെ ആ ഒരു രഹസ്യങ്ങളുടെ എല്ലാം ചുരുളൊക്കെ അഴിയും. അപ്പൊ അങ്ങനെ സിദ്ധുത വളരെ വിഷമിച്ചു. സുമിത്രയെ കണ്ടു, പക്ഷെ സുമിത്രയോട് സംസാരിക്കാനോ സുമിത്രയെ ഒന്ന് നേരിൽ ശരിക്ക് കാണാൻ പോലും തനിക്ക് സാധിച്ചില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വണ്ടിയിൽ അങ്ങനെ യാത്ര തുടരുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പൂജയും കൂടി കിട്ടിയൊരു ഓട്ടോയും പിടിച്ച് അവരുടെ വീട്ടിലെത്തുകയാണ്. വാടക വീടാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ വാടക വീടൊന്ന് പൂട്ടിയൊക്കെ ഇടണം. അല്ല അമ്മ ഇത് എന്തുദ്ദേശിച്ചാണ് മോളെ, നീ ഇപ്പം വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് പോയി നിന്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യുന്നു പറയാണ്. അമ്മ എനിക്ക് തീരെ താല്പര്യമില്ല, അമ്മയ്ക്ക് അറിയാലോ കാര്യങ്ങള്, ഇനിയിപ്പോ ഇത് അപ്പുവേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതിയെന്നും പറഞ്ഞ് പൂജയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമ്പം, മോളെ അതിന് അമ്മ മാത്രമേ ആ വീട്ടിൽ നിൽക്കുന്നുള്ളൂ, ആ അമ്മ മാത്രം, അപ്പൊ ഞാൻ ഇവിടെ പോയി നിൽക്കാനാണ് എന്നുള്ള രീതിയിലായി പിന്നെ പൂജ. അപ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, മോളെ അമ്മ അസുഖം പിടിച്ച ആ ഒരു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് നിന്നെ സംരക്ഷിച്ചിരുന്നത് ആരാണ്? ദീപവും കുടുംബവും അല്ലേ? അപ്പം നിന്നെ ഞാൻ ചിത്രയ്ക്ക് അരികിലേക്ക് ആക്കാം, നീ ഒരു കാര്യം ചെയ്യ്, നിന്റേതായ സാധനങ്ങളെല്ലാം എടുക്കെന്ന് പറയുമ്പോഴാണ് നമ്മുടെ പൂജയ്ക്ക് ഒരു ആശ്വാസമായത്. അപ്പൊ പൂജയ്ക്ക് വലിയ സന്തോഷമായി കേട്ടോ. ഇനി പോകുന്നത് നേരെ അപ്പുവേട്ടൻ്റെ അടുത്തേക്കാണല്ലോ. മോളെ അമ്മ ഒന്നും അറിയാതെയും ഒന്നും ചിന്തിക്കാതെയും ഒന്നും ഒരു കാര്യം ചെയ്യില്ല എന്നും പറഞ്ഞ് സുമിത്രയാണെങ്കിലും നമ്മുടെ പൂജയെ ആശ്വസിപ്പിക്കുകയാണ്. പങ്കജ് രഞ്ജിതയോട് ആ ഒരു കാര്യം ആവശ്യപ്പെട്ടത് അത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാം. അവൻ നിന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെ രണ്ടാളെ അവിടെ താമസിപ്പിക്കാൻ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ദാ ഇപ്പൊ നിന്നെ ചിത്രക്കരികിലേക്ക് ആക്കുന്നത്. പിന്നെ വേഗം തന്നെ സാധനങ്ങളെല്ലാം എടുക്കണം, ഞാൻ സരസ്വതി അമ്മയുടെ കുറച്ച് ഡ്രസ്സുകളും ഒക്കെ കൂടെ എടുക്കട്ടെ. പിന്നെ അമ്മ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അമ്മയെ തന്നെയാണ്. ആ കാര്യം എന്താ അമ്മ ഓർക്കാത്തതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ പൂജ ഇത് ചോദിച്ച പാടെ തന്നെ സുമിത്ര പറയുന്നുണ്ട്, മോളെ നീയും ഞാനും ഒക്കെ അനുഭവിക്കേണ്ടുന്ന നിന്റെ അച്ഛന്റെ വിയർപ്പ് ആ ഒരു കഷ്ടപ്പാടിൽ പടുത്തുയർത്തിയതാണ് ആ ഒരു വീട് നഷ്ടപ്പെടുത്താനായിട്ട് നിനക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പം പൂജ പറയുന്നുണ്ട്, അമ്മ നമ്മളല്ലാതെ എന്ത് ചെയ്യാനാണ്, അവരുടെ കയ്യിലാണെങ്കിലും അച്ഛൻ എഴുതി കൊടുത്തതെന്ന് പറയുന്ന ആ ഒരു വിൽപത്രം ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് അവർക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാമ്മ പിടിച്ചു നിൽക്കുന്നത്? മോളെ ആ സത്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈ അമ്മ വിചാരിച്ചാലും സാധിക്കും. അതിന് കുറച്ച് ദിവസം ഈശ്വരനായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വഴി കാണിച്ചു തന്നതെന്നും പറഞ്ഞ് സുമിത്ര തന്റെ മനസ്സിലെ പ്ലാനും പദ്ധതികളും ഒക്കെ നമ്മുടെ പൂജയുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. അപ്പൊ പൂജ പറയുന്നുണ്ട്, അമ്മ അതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ? മോളെ റിസ്ക് ആണ്, പക്ഷേ ഈ ഒരു കാര്യം ഇപ്പൊ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് നമ്മൾ മുതലാക്കിയില്ലെങ്കിലുണ്ടല്ലോ നമുക്കാണെങ്കിൽ വീണ്ടും വീണ്ടും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടും ഇരിക്കും. രഞ്ജിതയാണെങ്കിൽ നമ്മുടെ തലയിൽ കയറി കുതിര കളിക്കുകയും ചെയ്യുമെന്ന് പറയുക. അങ്ങനെ ദാ സുമിത്ര ആ ഒരു കടുത്ത തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ്. സരസ്വതി അമ്മയുടെ സഹായത്തോടു കൂടി തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ രോഹിത്തിന് നഷ്ടപ്പെട്ട ആ ഒരു മുതലുകളെല്ലാം അത് തിരികെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമം തന്നെ നടത്തുകയാണ്. അപ്പം എന്തെങ്കിലും ഒരു തെളിവ് ആ ഒരു വീട്ടിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമല്ലോ, അതിലേക്കാണ് നമ്മുടെ സുമിത്ര ഉന്നം വെക്കുന്നത്.
അങ്ങനെ സുമിത്രയാണെങ്കിൽ ചിത്രയുടെ വീട്ടിലെത്തി. ചിത്രയുടെ വീട്ടിലെത്തിയതും സരസ്വതി അമ്മയ്ക്ക് സംഭവിച്ച ആ ഒരു കാര്യങ്ങളും എല്ലാം ചിത്രയുടെ മുന്നിൽ ഇങ്ങനെ വിളമ്പുകയാണ്. അപ്പൊ ആ സമയത്താണെങ്കിലോ ചിത്ര പറയുന്നുണ്ട്, ചേച്ചി അവിടെ പോയി താമസിക്കണമെന്നൊക്കെ ഉണ്ടോ ചേച്ചി? അത് വലിയ ഡേഞ്ചർ അല്ലേ? രഞ്ജിതയുടെ സ്വഭാവമൊക്കെ ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അന്ന് തന്നെ ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് തന്നെ ചേച്ചി എത്രമാത്രമാണ് അവള് നാണം കെടുത്തിയത്. അതുകൊണ്ട് ചേച്ചി ഇനി അങ്ങോട്ട് പോണോന്ന് ചോദിക്കുകയാണ്. ഇല്ല ചിത്രേ, അമ്മയെ അങ്ങനെ തനിച്ചാക്കാൻ പറ്റത്തില്ലല്ലോ. എത്രയൊക്കെ വന്നാലും അവരെൻ്റെ ഭർത്താവ്, മുൻ ഭർത്താവിൻ്റെ അമ്മയാണല്ലോ. അപ്പം ആ ഒരു കടപ്പാട് എനിക്ക് അവരോടുണ്ട്. ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ ഓർക്കണമല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ശിവദാസ മേനോൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ സുമിത്ര. അപ്പം ഈ സമയത്ത് ചിത്രയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, എൻ്റെ പൂജ മോളെ ഭദ്രമായിട്ട് നോയിക്കോണമെന്നും പറഞ്ഞ് പൂജ അവിടെ ഏൽപ്പിച്ച് സുമിത്ര മടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ അനിരുദ്ധും അനനിയും കൂടി കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തി കേട്ടോ. ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിന് മാനസികമായിട്ട് എന്തൊക്കെയോ ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ വലിയൊരു വ്രതമൊക്കെ എടുപ്പിക്കുന്നത്? അതൊക്കെ വളരെ മോശമല്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ ശകാരിക്കുമ്പോഴത്തേക്കിനും കുഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അച്ഛനും അമ്മയും ഇനി അകന്നു പോകരുത് എന്നുള്ള കുഞ്ഞിൻ്റെ ആ ഒരു മനസ്സിലെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതിനെല്ലാം ഞങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നത്. അപ്പം ഡോക്ടർ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ അനന്യയോടും അതുപോലെ തന്നെ അനിരുദ്ധിനോടും ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞ് ഡോക്ടർ അവരോട് സമാധാനമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. കുഞ്ഞിന് പേടിക്കത്തക്ക വണ്ണം ഒന്നുമില്ല. പിന്നെ നിങ്ങൾ അച്ഛനും അമ്മയും ഇനി എന്നും ഈ ഒരു മോളുടെ ഒപ്പം അവളുടെ കൂടെ തന്നെ ഉണ്ടാകണമെന്നുള്ള ആ ഒരു കാര്യമാണ് ഡോക്ടർ ആവശ്യപ്പെടുന്നത്. നമ്മൾ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. കുഞ്ഞു മനസ്സല്ലേ, അപ്പോൾ ഒരിക്കലും നോവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സുമിത്രയാണെങ്കിലും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടി എന്തായാലും തൻ്റെ കെട്ടിയോൻ ഉണ്ടാക്കിയെന്ന് പറയുന്ന വിൽപത്രം, അതിൻ്റെ രഹസ്യം തന്നെ, അതിൻ്റെ ചുരുളഴിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവള് ആ ഒരു വീട്ടിലേക്ക് വലതുകാലെടുത്ത് വെച്ച് കയറുന്നത്. അപ്പൊ ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു കുടുംബവിളക്കിന്റെ ഇന്നത്തെ വിശേഷം വന്നിരിക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്